പുഴയിലേക്ക് വലിച്ചെറിയുന്നത് കൊണ്ട് പുഴ മലിനമാകുന്നു. മീനുകൾ ചത്തുപോകുന്നു. ഫാക്ടറികളിൽ നിന്നും മോട്ടോർ വാഹനങ്ങളിൽ നിന്നും പുറത്തു പോകുന്ന പുക നമ്മുടെ അന്തരീക്ഷത്തെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ കാരണക്കാരൻ മനുഷ്യൻ മാത്രമാണ്. ഉപയോഗിച്ച് വലിച്ചെറിയുക എന്ന സംസ്കാരം ഭാവി തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് തുടങ്ങുന്ന വരികൾ നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ ചെന്നിറങ്ങേണ്ടതാണ്. ഭാവി തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നതാണ് നമുക്കും നമ്മുടെ ഗവൺമെന്റിനും കാര്യമായി ചിന്തിക്കേണ്ടത്. ശരിയാണ്, ഗവൺമെന്റ് ചെറുതോതിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അതിനുദാഹരണമാണ് ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിനും ശാസ്ത്രീയമായ ജൈവമാലിന്യ സംസ്കരണത്തിനും തീർച്ചയായും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകണം. പരിസ്ഥിതിക്ക് കോട്ടം ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള വികസനവും പാടില്ല. പ്ലാസ്റ്റിക് ഉപയോഗം നിർത്തുക. നമ്മുടെ പുഴയെയും തോടുകളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റ് കൈക്കൊള്ളണം. നമ്മുടെ പരിസരത്തുള്ള പൂനൂർ പുഴയുടെ ഇരുകരകളിലും തങ്ങി നിൽക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ഞാനും അന്നു മുതൽ തീരുമാനിച്ചു, അതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്ത് ഭൂമിയെ സംരക്ഷിക്കുന്ന ആളായി വളരണമെന്ന്. നമ്മളും അതുപോലെയുള്ള ദൃഢപ്രതിജ്ഞയല്ലേ എടുക്കേണ്ടത്. നല്ലൊരു ഭാവി സ്വപ്നം കണ്ടുകൊണ്ട് നിർത്തുന്നു. ഒരിക്കൽ കൂടി ഓർക്കുക, ഭൂമി നമുക്ക് ദാനമായി ലഭിച്ചതല്ല, നാളത്തെ തലമുറക്ക് ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്വമാണ്. ജയ് ഹിന്ദ്.